ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കോണ ഗാലഗറിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കോണ ഗാലഗർ 18 വർഷക്കാലം ചെൽസിയിൽ ഉണ്ടായിരുന്ന ചെങ്ങാണത്. ചെൽസിയുടെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ള ഒരു പ്രോപ്പർ ചെൽസി ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ചെൽസിയിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. ചെൽസിയിൽ കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് അദ്ദേഹത്തിന് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ചെൽസിയുടെ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിച്ചിട്ട് അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. ചെൽസിയുടെ മൾട്ടി-മില്യൺ പൗണ്ട് മിഡ്ഫീൽഡർമാർക്കിടയിൽ കോണ ഗാലഗർ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നതാണ് കഴിഞ്ഞ സീസണിൽ പൊച്ചറ്റീനോയുടെ കീഴിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു യാഥാർത്ഥ്യമായിട്ട് സംഭവമാണ്. നമുക്ക് ഇത് പലരും ചിലപ്പോൾ പറയും അക്കാഡമിയോടുള്ള വല്ലാത്ത ഭ്രമത്തിൻ്റെ പുറത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്. അല്ല, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട ഫുട്ബോളിൻ്റെ പുറത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ചെൽസി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ മിഡ്ഫീൽഡിലെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള പെർഫോമർ കോണ ഗാലഗർ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസണിൽ കാസഡോ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കോണ ഗാലഗർ തന്നെയായിരുന്നു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള പെർഫോമർ. അതിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്സും നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കും. ഈ സ്റ്റാറ്റ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഐ ടെസ്റ്റിനോടൊപ്പം, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനോടൊപ്പം നമുക്ക് സ്റ്റാറ്റ്സിന് കൂടി കൂട്ടിച്ചേർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ചെൽസി സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിൽ കോണ ഗാലഗർ അസിസ്റ്റുകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തിരിക്കുകയാണ്, 7 അസിസ്റ്റുകളുമായിട്ട്. ചാൻസസ് ക്രിയേറ്റഡിൻ്റെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ചെങ്ങായിരിക്കുന്നത്, 53 ചാൻസുകൾ ചെങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജോലികൾ വിൻ ചെയ്തതിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് കോണ ഗാലഗർ ഉള്ളത്, 212 ജോലികൾ. ടാക്കിളുകൾ വിൻ ചെയ്തതിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ചെങ്ങായിരിക്കുന്നത്, 52 ജോലികൾ. ഇൻ്റർസെപ്ഷൻസ് നടത്തിയതിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്, 43 ഇൻ്റർസെപ്ഷൻസ്. പൊസിഷൻ വിൻ ബാക്ക് ചെയ്തതിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്, 221 തവണ ചെങ്ങായി പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചെൽസി 100 മില്യൺ പൗണ്ടിന് മുകളിൽ കൊടുത്തുകൊണ്ട് 2 താരങ്ങളെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ലാവിയെ വാങ്ങിയിട്ടുണ്ട്. ലാവിയെ സംബന്ധിച്ചിടത്തോളം ആൾ ഇഞ്ചോർഡാണ്, കഴിഞ്ഞ സീസണിൽ ഇഞ്ചോർഡായിരുന്നു, പ്രീ സീസണിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഉള്ള സാഹചര്യത്തിൽ കോണ ഗാലഗർ സ്റ്റാൻഡ് ഔട്ട് നിന്നിരിക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ഇനി നമ്മൾ മിഡ്ഫീൽഡർമാരെ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ 37 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ കോണ ഗാലഗർ കളിച്ചിട്ടുണ്ടായിരുന്നത്, 33 മത്സരങ്ങളാണ് കാസഡോ കളിച്ചിട്ടുണ്ടായിരുന്നത്, എൻസോ ഫെർണാണ്ടസ് 26 മത്സരങ്ങളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കോണ ഗാലഗർ 5 ഗോളുകൾ 7 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാസഡോ 1 ഗോൾ 3 അസിസ്റ്റ്, എൻസോ ഫെർണാണ്ടസ് 3 ഗോൾ 2 അസിസ്റ്റ്. അപ്പോൾ ഈ ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും എണ്ണത്തിൽ കാര്യമായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കാസഡോ ഒക്കെ പലപ്പോഴും ഡീപ്പായിട്ട് തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. എൻസോ ഫെർണാണ്ടസിനെ 8 ആയിട്ടൊക്കെ കളിപ്പിക്കാൻ പൊച്ചറ്റിനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഫെയിൽ ആകുന്ന സാഹചര്യം നമ്മൾക്കുണ്ടായിരുന്നു. കോണ ഗാലഗറാണെങ്കിൽ എല്ലാ പൊസിഷനിലും കളിച്ചിട്ടുണ്ട്, 8 ആയിട്ടും 6 ആയിട്ടും ഡബിൾ ഫോർട്ടിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇനി ടാക്കിൾസ് 1/90 149 ആണ് കോണ ഗാലഗറിൻ്റേത്. കാസഡോത് 1.49 ആണ് 1.49 ആണ് കോണ ഗാലഗറിൻ്റേത്. മോയിസസ് കാസഡോത് 1.44, എൻസോ ഫെർണാണ്ടസിൻ്റേത് 0.89. അപ്പോൾ ഡിഫെൻസീവ്ലി സ്റ്റുപ്പൻഡസ് ആയിരുന്നു കോണ ഗാലഗർ. ഒഫെൻസീവ്ലിയും നമ്മൾ സ്റ്റാറ്റ് സംസാരിച്ചു പോയി. ഇൻ്റർസെപ്ഷൻസ് 43 ഇൻ്റർസെപ്ഷൻസ് കോണ ഗാലഗർ നടത്തിയപ്പോൾ മോയിസസ് കാസഡോ 37, എൻസോ ഫെർണാണ്ടസ് 17. ചാൻസസ് ക്രിയേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ 53 ചാൻസസ് കോണ ഗാലഗർ ക്രിയേറ്റ് ചെയ്തു, 23 കാസഡോ, എൻസോ ഫെർണാണ്ടസ് 32. ഇപ്പോൾ ഇതിൽ തന്നെ കാസഡോ വളരെ ഡീപ്പായിട്ടാണ് പല മത്സരവും കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡയറക്റ്റ് കമ്പാരിസണിലേക്ക് ഞാൻ പോവല്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ സ്റ്റാറ്റ്സ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഹാൻഡ്സ് ഡൗൺ പറയാൻ പറ്റുന്നൊരു സംഭവം, കോണ ഗാലഗർ വാസ് ചെൽസീസ് ബെസ്റ്റ് മിഡ്ഫീൽഡർ ലാസ്റ്റ് സീസൺ. അതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റ്സ് കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊച്ചറ്റീനോയുടെ സ്റ്റൈലിൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു കോണ ഗാലഗർ. എൻസോ മരസ്കയുടെ സ്റ്റൈലിൽ പെർഫെക്റ്റ് ഫിറ്റ് ആണോ കോണ ഗാലഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ചെൽസി കൃത്യമായിട്ടും കോണ ഗാലഗറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻസോ മരസ്കയുടെ സ്ക്വാഡിൽ നിൽക്കുകയാണെങ്കിൽ സ്ക്വാഡ് പ്ലെയർ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അപ്പോഴാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കോണ ഗാലഗർ അവിടെ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഡ്രൂസ്ബറി ഹോളിനെ സൈൻ ചെയ്തു എന്നുള്ളതാണ്. കോണ ഗാലഗർ ഓൾറെഡി അവിടെ ഉണ്ട്, ഫ്രീ പ്ലെയറാണ്, അക്കാഡമി പ്രൊഡക്റ്റാണ്. ഡ്രൂസ്ബറി ഹോളിനെ മോശമില്ലാത്ത രീതിയിലൊരു തുക കൊടുത്തുകൊണ്ട് എന്തിനു കൊണ്ടുവന്നു? അതിനുള്ള കാരണങ്ങൾ ലെസ്റ്റർ സിറ്റിയിൽ ഈ എൻസോ മരസ്കയുടെ കീഴിൽ കളിച്ചതുകൊണ്ട് ആ ഒരു ശൈലി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കണം, അല്ലേ? ആയിരിക്കണം. അല്ലാത്ത പക്ഷം കോണ ഗാലഗർ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ ഡ്രൂസ്ബറി ഹോളിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അറ്റാക്കിൽ ഫൈനൽ തേർഡിൽ കോണ ഗാലഗറിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ഡ്രൂസ്ബറി ഹോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്താണ്, അദ്ദേഹം ഇനി അത് പ്രൂവ് ചെയ്യണം. ഇവിടെ കോണ ഗാലഗർ എന്തായാലും കഴിഞ്ഞ ദിവസമുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രൂസ്ബറി ഹോളിന് അതേ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഇനി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഇത്രയധികം തുക ചെൽസി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡിനായിട്ട്, 300 മില്യൺ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ പ്ലേയേഴ്സിൻ്റെയൊക്കെ ബെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്
കോണ ഗാലഗറിനെ ബലിയാടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതൊക്കെ അപ്പോൾ ഇനി ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നാണ്. വർക്കൗട്ട് ആയില്ലെങ്കിൽ ഫാൻസ് ബാക്ക്ലാഷ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർക്കൗട്ട് ആകട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അക്കാഡമി പ്രൊഡക്ട്സിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയുന്നതല്ല ഇത്. അതായത് ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ഫോറിൻ പ്ലേയേഴ്സ് വന്നിട്ടും ചെൽസിയുടെ ബാഡ്ജിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? പാഷൻ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എത്ര പൈസ കൊടുത്താലും ചിലപ്പോൾ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. പാഷൻ എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടീമിന് വേണ്ടി മരിക്കാൻ റെഡിയായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന പ്ലേയേഴ്സൊക്കെ വളരെ വിരളമാണ് ഇന്നത്തെ സാഹചര്യം, നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നു കോണ ഗാലഗർ. അപ്പം അങ്ങനെ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഞാൻ ഇന്നലെ ലൈവിലും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇത് അക്കാഡമി പ്ലെയറിനോടുള്ളൊരു പ്രത്യേക സ്നേഹമോ അങ്ങനത്തെ രീതിയിൽ കണക്കാക്കണ്ട. പകരം ചെൽസി ബാഡ്ജിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്ലെയറിനോടുള്ളൊരു സ്നേഹം എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഒരുത്തരാണ്, ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു ചെൽസിക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിൽ പോയിട്ട് ആൾ സ്മാഷ് ചെയ്യുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. റോഡ്രിഗോ ഡിപ്പോളും കോണ ഗാലഗറും ഒക്കെ ഡിഗോ സിമോണയുടെ മിഡ്ഫീൽഡിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ളൊരു സാലറി അദ്ദേഹത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ള ചോദ്യം, ചെൽസി മുമ്പോട്ട് വെച്ച കോൺട്രാക്ട് ഓഫർ എന്തുകൊണ്ട് കോണ ഗാലഗറെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ്. 2+1 എന്നുള്ള രീതിയിലാണ്. അത് 2 വർഷത്തെ കോൺട്രാക്ട് പ്ലസ് 1 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കോണ ഗാലഗറിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ അത് ആക്സെപ്റ്റ് ചെയ്തില്ല. അതായത് വരുന്നവനും പോകുന്നവനും 7 വർഷവും 10 വർഷവും 1 നൂറ്റാണ്ടും ഒക്കെ കോൺട്രാക്ട് കൊടുക്കുന്ന ചെൽസിക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള, അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോണ ഗാലഗറിന് കൊടുക്കുന്നത് 2+1. അപ്പോൾ പുള്ളിക്കാർ റിജക്ട് ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല. നേരത്തെ ആസ്റ്റൺ വില്ല വലിയ തുക കൊടുക്കാൻ തയ്യാറായിരുന്നു ചെൽസിക്ക്, ഫീ ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോണ ഗാലഗർ അത് റിജക്ട് ചെയ്തു. കോണ ഗാലഗറിൻ്റെ ഇനീഷ്യൽ സംഭവം ചെൽസിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ആൾ വിചാരിച്ച രീതിയിലൊരു കോൺട്രാക്ട് കൊടുക്കാനോ പൈസ കൊടുക്കാനോ കൂട്ടി കൊടുക്കാനോ ചെൽസിക്ക് താല്പര്യമില്ല. കാരണം ചെൽസി സ്ക്വാഡ് പ്ലെയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഓരോ ക്ലബിനും ഓരോ വിഷൻ ഉണ്ടാകും. അക്കാഡമി പ്ലേയേഴ്സ് പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. റോമൻ്റെ സമയത്ത് അക്കാഡമി പ്ലേയേഴ്സിനെ കാര്യമായിട്ട് യൂസ് പോലും ചെയ്തില്ല. പക്ഷേ റോമൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കോബ്ഹാമിങ്ങിനെ ഇങ്ങനെ ആക്കിയെടുത്തത് റോമനാണെന്നുള്ള കാര്യം ഓർക്കുന്നത്. അത്തരത്തിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് വേൾഡ് ക്ലാസ് ഒരു അക്കാഡമിയാക്കി മാറ്റിയത് റോമൻ അബ്രാമോവിച്ച് തന്നെയാണ്. പിന്നെ യൂസ് ചെയ്തിട്ടില്ല കോബ്ഹാമിൻ എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആൾ ടാർഗറ്റ് ചെയ്തിരുന്ന പ്ലേയേഴ്സ് ടീമിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. അതിൽ പലരും ഫ്ലോപ്പ് ആയിട്ടൊക്കെ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമായിട്ട് സംഭവം. പക്ഷേ പലരും വന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അഗെയിൻ കോണ ഗാലഗറിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ വിട്ടിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അഗെയിൻ യങ് റോ ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. അത് ഹ്യൂജ് ഗാമ്പിളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ വിഷൻ, ഈ പ്രൊജക്റ്റ് കാര്യമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്കുള്ള പ്ലേയേഴ്സിനോടൊപ്പം ഇന്നത്തേക്കുള്ള പ്ലേയേഴ്സിനും കൂടി ആഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അഗെയിൻ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എന്ത് സംഭവങ്ങൾ കാത്തിരുന്ന് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് ചെയ്യാം എന്താണ് ഈ വിൻഡോയുടെ അവസാനം അവർ ചെയ്യുന്നത് എന്നതിന് ശേഷമാണ് ഞാനൊരു വിലയിരുത്തൽ നടത്താൻ പോകുന്നത്. കോണ ഗാലഗർ ചാമ്പ്യൻസ് ലീഗ് കളിക്കട്ടെ, കോണ ഗാലഗർ ബിഗ് ട്രോഫീസിനായിട്ട് കോമ്പീറ്റ് ചെയ്യട്ടെ, കോണ ഗാലഗർ അത്ലറ്റിക്കോ മാഡ്രിഡിൽ സ്മാഷ് ചെയ്യട്ടെ. അദ്ദേഹം അത് ഡിസേർവിംഗ് ആണെന്നുള്ളതാണ്. ഈ ഒരു മൂവ് ഡിസേർവിംഗ് ആണ്. ഈ ഒരു മൂവിൽ ട്രിപ്പിയറിനും ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ട്രിപ്പിയറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോണ ഗാലഗർ എങ്ങനെയുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ്, അതുപോലെ സ്പെയിൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ലതാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ട്രിപ്പിയർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ചെൽസിയുടെ നഷ്ടമായിരിക്കും കോണ ഗാലഗർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗെയിൻ തന്നെയായിരിക്കും കോണ ഗാലഗർ. പിന്നെ പലരും പറയുന്നത് ഇത് വലിയ തുകയാണ്, 40 മില്യൺ യൂറോസ്. ഒരു വർഷം മാത്രമേ കോണ ഗാലഗറിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു തുകയാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പൈസ അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 40 മില്യൺ യൂറോസ് ഒന്നും കൊടുക്കാൻ 1 ഇയർ മാത്രം കോൺട്രാക്റ്റുള്ള ഒരു പ്ലെയർക്ക് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു പ്ലെയർ സിസ്റ്റത്തിന് സൂട്ടബിളാണെന്ന് തോന്നിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു തുക കൊടുത്തുകൊണ്ട് അവർ സൈൻ ചെയ്യുന്നത്. ചെൽസി വാല്യൂ ചെയ്യുന്നതിനേക്കാൾ കുറവിലാണ് അവർ വിൽക്കുന്നത്. 50 മില്യൺ പൗണ്ട്സൊക്കെയാണ് ചെൽസി വാല്യൂ ചെയ്യുന്നത്. മേസൺ മൗണ്ടിനെ വിറ്റുള്ള അതേ സിനാരിയോ തന്നെയല്ലേ 1 ഇയർ കോൺട്രാക്ട് ബാക്കിയുള്ള കാര്യത്തിൽ. അപ്പോൾ അതേ തുക കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ലയിലേക്കൊന്നും പോകാൻ കോണ ഗാലഗറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രിഫറൻസ് ചെൽസി തന്നെ തുടരുക എന്നുള്ളതായിരുന്നു. അതാണ് കാരണമായിട്ടുള്ളത്. പിന്നെ സ്പേഴ്സ് ആണെങ്കിൽ തിരിച്ചു വന്നില്ല. ഇനി ഈ കോൺട്രാക്റ്റിലെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്ലോസ് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് കോണ ഗാലഗറിനെ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലബ്ബ് വരികയാണ്, ഒരു 50 മില്യൺ പൗണ്ടിൻ്റെ ബിഡ് വെക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുമ്പിൽ. അപ്പോൾ ആ ബിഡ് മാച്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ചെൽസിക്ക് ഉണ്ടാവുന്നതാണ്. 50 മില്യൺ പൗണ്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതേ ബിഡ് ചെൽസിക്ക് വെക്കുക, മാച്ച് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്സ് ഉണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ചെൽസി ഇനി തിരിച്ച് കോണ ഗാലഗറിനെ വാങ്ങുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ചെൽസി സംബന്ധിച്ചിടത്തോളം
ചെൽസിയുടെ ഹൈറാർക്കിയെ സംബന്ധിച്ചോളം, ചെൽസിയുടെ റിക്രൂട്ട്മെന്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം എൻസോ മരസ്കയുടെ ഫിലോസഫിക്ക്, എൻസോ മരസ്കയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിന് സർപ്ലസ് ടു റിക്വയർമെന്റ് ആണ് നമ്മുടെ കോണർ ഗാലഗർ എന്നുള്ള വിലയിരുത്തലാണ് അവരിപ്പോൾ വിറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്യുവർ പ്രോഫിറ്റ് ലഭിക്കും അക്കാഡമി പ്ലേയേഴ്സിനെ വിൽക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അത് ബാഗ് ചെയ്തിട്ട് ഇനി വേറെ ഏതെങ്കിലും യങ് ഫുട്ബോളറിനെ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരാനായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ എൻസോ മരസ്ക പറയുന്നത് വെച്ചാൽ ഇതിൽ ചെൽസിയെ ബ്ലെയിം ചെയ്യേണ്ട, റൂൾസിനെയാണ് ബ്ലെയിം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ. അതായത് റൂൾസിനെ ബ്ലെയിം ചെയ്താൽ മതി ചെൽസിക്ക് ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ വിൽക്കേണ്ട സാഹചര്യം വന്നത്. ടോട്ടിയെ പോലെയുള്ള പ്ലെയറിനെയൊക്കെ നമുക്ക് കാണണം, ഒരു വൺ ക്ലബ് മാനൊക്കെ കാണണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇന്നത്തെ സമയത്ത് അതൊന്നും നടക്കില്ല. അത് പ്യുവർ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്താണ് അക്കാഡമി പ്ലേയേഴ്സിനെ വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രീമിയർ ലീഗിലൊക്കെ ഉള്ളത്. പിന്നെ മാനേജറിന് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിൽ എന്ന് വെച്ചപ്പോൾ ഡെഫിനറ്റ്ലി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഈ ഡ്രൂസ്ബെറി ഹോളിന്റെ സൈനിങ്ങിൽ അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലാതെ വേറെ ഒന്നും എൻസോ മരസ്കയ്ക്ക് പറയാൻ പറ്റില്ല. റിക്രൂട്ട്മെന്റ് ടീം തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ചെറിയ തോതിലുള്ള ഇൻവോൾവ്മെന്റ് മാനേജർമാർക്ക് ഉണ്ടാകും, അതില്ലാതിരിക്കില്ല. അല്ലാത്ത പക്ഷം മെയിൻ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെൽസിയുടെ ഫുട്ബോളിംഗ് സ്ട്രക്ചറാണ് എടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൻ്റെ ഒരു രീതി. മോഡേൺ ഫുട്ബോളിൻ്റെ ഒരു പ്രധാന രീതി അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് ഈ റിക്രൂട്ട്മെൻറ്റ് ടീം എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചെൽസിയുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ അവസാനത്തെ ചാൻസ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ, അവരുടെ ഈ മൂവുകൾ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ അവരവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വെയിറ്റ് ചെയ്യാം, സക്സസ് ആവട്ടെ. ഈ കോണർ ഗാലഗറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മറ്റുള്ള ടീംമേറ്റ്സിനെ ബെറ്റർ ആക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മളൊരു സ്ക്വാഡിൽ മൊത്തം വേൾഡ് ക്ലാസ് ടെക്നീഷ്യന്മാർ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. ബോൾ വിന്നർമാർ ആവശ്യമുണ്ട്, സെൽഫ്ലെസ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് കോണർ ഗാലഗർ. ബാക്കിയുള്ള തൻ്റെ ടീംമേറ്റ്സിനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അസാധ്യമായിട്ടുള്ള വർക്ക് റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ചങ്ങായാണ്. അതായത് എന്താണ്, ടീംമേറ്റ്സിന് വേണ്ടിയിട്ട് കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അല്ലാതെ ടെക്നിക്കലി സ്റ്റുപ്പൻഡസ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫുട്ബോളർ നല്ല കോണർ ഗാലഗർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. അതായത് എന്താ ഈ ചങ്ങായി പറയുന്നത്, ഇതെന്താ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല, ഓരോ സ്ക്വാഡിലും ഓരോ കോണർ ഗാലഗർമാർ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മൾ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ നാച്ചോ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, ആൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഇൻവോൾവ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാസ്കസ് ആ രീതിയിൽ ഇൻവോൾവ്മെൻറ്റ് നടത്താൻ നമ്മൾ കണ്ടു. ശരിയാണ്, അവരൊക്കെ സ്ക്വാഡ് പ്ലെയേഴ്സായിട്ട് നിൽക്കാൻ തയ്യാറായിരുന്നു. ഇവിടെയും കോണർ ഗാലഗറിനെ സ്ക്വാഡ് പ്ലെയറായിട്ട് നമുക്ക് കൺവിൻസ് ചെയ്ത് നിർത്താനൊക്കെ സാധിക്കും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആ PR-നോട് എനിക്ക് വലിയ വിശ്വാസമില്ല, അത് വേറെ കാര്യം. അങ്ങനെ സ്ക്വാഡ് പ്ലെയറായിട്ട് അയാൾ നിൽക്കും, ആൾ ഇഷ്ടംപോലെ മിനിറ്റ്സ് കളിക്കുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഈവൻ ഈ എൻസോ മരസ്കയുടെ ശൈലിയിലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ശരിയാണ്, അത്തരത്തിൽ പൊസിഷനിൽ അത്ര ഭീകരനായിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത്ര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളറല്ല. എന്നാൽ മോശം ഫുട്ബോളറൊന്നുമല്ല, ഓൺ ദ ബോൾ അത്ര മോശമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് ഓരോ സ്ക്വാഡിനും, അതിനിപ്പോൾ പൊസിഷൻ ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പ്ലാൻ ബി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെൽസി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, ഗ്രൗണ്ടിലെല്ലാം കൊടുക്കാൻ തയ്യാറാകുന്ന, പ്രോപ്പർ പാഷനേറ്റ് ആയിട്ടുള്ള പ്ലെയറാണ് കോണർ ഗാലഗർ. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയറിന് ചെൽസിക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അഗെയിൻ ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ, പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾ ചെൽസിക്ക് ബാക്കി യങ് പ്ലേയേഴ്സിനെ മറ്റ് കോണ്ടിനെൻസിൽ നിന്ന് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ പ്യുവർ പ്രോഫിറ്റിനായിട്ട് ഈ ചെങ്ങായിനെ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ മിഡ്ഫീൽഡ് പാക്റ്റാണ്, അവർ ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരിടമില്ല കോണർ ഗാലഗറിന്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഒരു കോബ്ഹാം പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നൊരു കാര്യമല്ല. അത് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഇതൊരു ഫോറിൻ പ്ലെയറാണ് കോണർ ഗാലഗറിൻ്റെ പോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതേ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കും, ഇതേ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കും. ഇവിടെ ഫോറിൻ പ്ലെയർ ആണോ പിന്നെ കോബ്ഹാം പ്ലെയർ ആണോ എന്നുള്ളതല്ല വ്യത്യാസം. എന്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത്, എന്താണ് ചെങ്ങായി ആ ഗ്രൗണ്ടിൽ കൊടുക്കാൻ ശ്രമിച്ചത്, തൻ്റെ ടീംമേറ്റ്സിനെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചത്, പാഷൻ കാണിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പലരും പല പെർസ്പെക്റ്റീവിലായിരിക്കും കാണാം. ഞാൻ കണ്ടതായിരിക്കില്ല നിങ്ങൾ കാണുക. അതുകൊണ്ട് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കണം എന്നുള്ളൊരു വാശി എനിക്ക് പിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിയോജിക്കാം, നിങ്ങൾക്ക് വേറെ അഭിപ്രായം പറയാം, നോ പ്രോബ്ലം. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇവിടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷനിൽ ഗാലഗറില്ല. ഓക്കെ ഫൈൻ, ബാക്കിയുള്ളവരെ വെച്ച് സക്സസ്ഫുൾ ആക്കട്ടെ, അത്രയും നമുക്ക് പറയാനുള്ളൂ.